ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണ്. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും നമുക്ക് കറിയില്ലാത്തവ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു ചമ്മന്തിപ്പൊടിയുടെ ഒത്തിരി വലിയ ക്വാണ്ടിറ്റി ഒന്നുമില്ല, നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് മാത്രമായിട്ട്. അതിന് വേണ്ട സാധനങ്ങൾ: ഒരു 10-12 വറ്റൽമുളക്, എരിവിനനുസരിച്ച് വീട്ടുകളിലെ, പിന്നെ വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ചുവന്നുള്ളി, കുരുമുളക്, കറിവേപ്പില, പുളി, പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ തേങ്ങ. ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചെറിയ പൊടിയായിട്ട് തിരികെ എടുക്കണം. തിരികെ എടുക്കുവാണെങ്കിൽ വറുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഇതിൽ വറുത്തെടുക്കാൻ പറ്റും. അപ്പം നമുക്കിത് ഉണ്ടാക്കിയാലോ? പെട്ടെന്ന് ഉണ്ടാക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ്. അതാകുമ്പം ഒരിച്ചിരി തൈരും പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറി ഇല്ലെന്നുള്ള ടെൻഷൻ വേണ്ട. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ കൂട്ടുകാരെ? ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് സ്റ്റൗ ചൂടായല്ല, അടുപ്പ് കത്തിച്ച് പാത്രം ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. എണ്ണയൊന്നും ചേർക്കണമെന്നുള്ളവർക്ക്, ഞാൻ ഇവിടെ ചേർക്കാറില്ല. മുളകിട്ട് ഒന്ന് ചൂടായി വരട്ടെ. മുളക് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങയിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഇട്ട് കൊടുത്തേച്ചാൽ മതി. ഇത് വളരെ കുറച്ചിപ്പോൾ ഒരു ചെറിയൊരു കുടുംബത്തിന് ഒന്ന് വീട്ടിൽ അച്ചാർ കണക്ക് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ സാധനമാണ്. ഒത്തിരി ഇഞ്ചി, പൊടിയായി അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇച്ചിരി കൂടുതലിടണം. എത്രയും ഇടാവോ അത്രയും ശരീരത്തിനും നല്ലതാണ്. ചമ്മന്തിപ്പൊടിയുടെ ടേസ്റ്റും കൂടും. കുരുമുളക്, ഇതെല്ലാം ശരീരത്തിന് നല്ല വേണ്ട ആവശ്യമുള്ള സാധനങ്ങളാണ്. അതെല്ലാം ഇട്ട് കൈയെടുത്ത് ഇളക്കി പിടിപ്പിക്കുക. ഉള്ളി ചെറുതായി മുറിച്ചിട്ടിട്ടുവാണെന്നുണ്ടെങ്കിൽ നല്ല ആ ഉള്ളിയുടെ ഫ്ലേവറെല്ലാം ഇറങ്ങി തേങ്ങയിലേക്ക് ഇറങ്ങി നന്നായിട്ട് മുരിഞ്ഞ് വരും. പെട്ടെന്ന് നന്നായി ഇതൊന്ന് ഞാൻ ഇളക്കി നിങ്ങളെ കാണിച്ചു തരാവേ. ഇതുണ്ടോ, തേങ്ങയൊക്കെ മൂത്ത് തുടങ്ങിയിട്ടിട്ട് കുറച്ചുകൂടെ മൂത്ത് വരുമ്പോഴത്തേക്ക് നന്നായിട്ട് മൂക്കണം. നിങ്ങൾ ഈ ചാനൽ കാണുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യുകയും വേണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ തന്നെ എന്നോട് പറയണം, എന്താണ് എന്നുള്ള കാര്യങ്ങൾ പറയണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഇതിൻ്റെ ഇടയിൽ പറയുന്നത് ലാസ്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നവർ ഇത് കാണാതിരിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇടയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു വോയിസും ആവുമല്ലോ എന്ന് വിചാരിച്ച്. അപ്പം തേങ്ങ നല്ലോണമൊക്കെ മൂത്തോണ്ടിരിക്കുവാണ്. ഇതിനാവശ്യമായ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. നെല്ലിക്കയോ നാരങ്ങയോ അത് ഓരോരുത്തരുടെ പുളിയുടെ അനുസരിച്ച് ഇട്ടോളണം. അത് പുളിയും ഈ കൂട്ടത്തിൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും വേണമെങ്കിൽ കളറിനായിട്ട് ഒരിച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കണം. ചമ്മന്തിപ്പൊടിക്ക് ഒരു കളറ് കിട്ടാൻ വേണ്ടിയാണ്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ ഇത് കാണത്തില്ല, എരിവിന് നമ്മൾ മുളകും കുരുമുളകും എല്ലാം ഇട്ടിട്ടുള്ളതുകൊണ്ട് ഒരു കളർഫുള്ളിന് വേണ്ടിയാണ് അത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഒരു നുള്ള് കായപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്ത് ആറാൻ വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ട് വേണം വയ്ക്കാനേ. കുറച്ച് ആറിയിട്ടുണ്ട്. ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുവാണേ. ചമ്മന്തി പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കാണിച്ചു തരാവേ. അപ്പം നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ജോലിക്ക് പോകുന്നവർക്ക് ഒരു ദിവസം ഒരിച്ചിരി നേരം മെനക്കെട്ടാൽ ഇത് ചെയ്ത് വെച്ചാൽ നല്ല യൂസ്ഫുള്ളായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുളുക്കി. ഓക്കെ,
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അപ്പം നാളെ വേറൊരു വീഡിയോ ആയി കാണാം. ഓക്കെ, ബൈ ബൈ. താങ്ക് യു.